പല ചെടികളും വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തൊക്കെ വന്നു ചേരും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് 5 ചെടികളെ കുറിച്ചിട്ടാണ്. ഈ ചെടികൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തൊക്കെ വരും എന്നാണ് വിശ്വാസം. നമ്മളുടെ ലിസ്റ്റിലെ ആദ്യത്തെ ചെടിയാണ് തുളസി. വീടിൻ്റെ മുൻവശത്തായിട്ട് തുളസി വളർത്തി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നാണ് വിശ്വാസം. നമ്മളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സസ്യമാണ് മണി പ്ലാന്റ്. പേര് പോലെ തന്നെ സമ്പത്ത് കൊണ്ടുവരുന്ന സസ്യമാണ് മണി പ്ലാന്റ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അധികമാർക്കും അറിയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ചെടി വെള്ളത്തിലാണ് വളർത്തുന്നതെങ്കിൽ അത് സമ്പത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കാൻ കാരണമാകും എന്നാണ് വിശ്വാസങ്ങൾ. നമ്മളുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സസ്യമാണ് ജെയ്ഡ് പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾ തന്നെ കോയിൻ പോലെ റൗണ്ട് ഷേപ്പായിരിക്കും. അത് സൂചിപ്പിക്കുന്നതും സമ്പത്തിനെ ആണ് എന്നാണ് വിശ്വാസങ്ങൾ. ചില വിശ്വാസങ്ങൾ പ്രകാരം ജെയ്ഡ് പ്ലാന്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഗ്രോത്ത് അഥവാ നമ്മളുടെ കച്ചവടങ്ങളിൽ ഉയർച്ച ഉണ്ടാവാനും ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരാനും കാരണമാകും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളുടെ ലിസ്റ്റിലെ നാലാമത്തെ ചെടിയാണ് വാഴ. ചില മതവിശ്വാസങ്ങൾ പ്രകാരം വാഴ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ചില മതങ്ങൾ എന്ന് മാത്രം പറയാൻ കാരണം ഇതിൻ്റെ പിന്നിൽ വേറെ ഒരു സംസാരം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടിൽ വാഴകൾ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും സമ്പത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നും പറയപ്പെടുന്നു. നമ്മളുടെ ലിസ്റ്റിലെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ ചെടിയാണ് അരയാൻ അഥവാ പീപ്പിൾ ട്രീ. ഈ അരയാൻ മരത്തിൽ ദൈവവാസം ഉണ്ടാവും എന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. വീടിൻ്റെ അടുത്തായി അരയാൻ മരം അഥവാ ബോണസായി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും സമ്പത്തും ഒക്കെ കൂടും എന്നാണ് വിശ്വാസങ്ങളിൽ പറയണത്. ഇനി നമ്മൾ ഈ പറഞ്ഞ 5 ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടി നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.